ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നൊരു PYQ ചെയ്ത് നോക്കാം കേട്ടോ. മലയാളത്തിലെ PYQ ആണ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഉം. പണിക്കാരി എന്ന പദം താഴെ കൊടുത്തവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? പണിക്കാരി എന്ന പദം താഴെ കൊടുത്തവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഏതാണെന്നറിയോ? അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ നമുക്ക് നോക്കാം. സർവനാമം, പേരെച്ചം, വിനയെച്ചം, സ്ത്രീലിംഗം അല്ലെ. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ് അല്ലെ. പണിക്കാരി എന്ന് പറയുമ്പം എന്താണ്? അതൊരു സ്ത്രീലിംഗ പദമാണ്. അപ്പോൾ നമുക്ക് എന്താണ് സർവനാമം എന്നറിയണ്ടേ? സർവനാമം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമമാണ് എന്തെന്ന് പറയുന്നത്? സർവനാമം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? പണിക്കാരി എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗമാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ സർവനാമം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാല് അത് ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമമാണ് സർവനാമം എന്ന് പറയുന്നത്. ഈ സർവനാമം തന്നെ എത്ര എണ്ണം ഉണ്ട്? 3 വിധമുണ്ട്. സർവനാമം എത്ര എണ്ണം ഉണ്ട്? 3 വിധം ഉണ്ട്. ഇതില് ഉത്തമ പുരുഷ സർവനാമമുണ്ട്, മധ്യമ പുരുഷ സർവനാമമുണ്ട്, പ്രഥമ പുരുഷ സർവനാമമുണ്ട്. ഓക്കെ. ഉത്തമ പുരുഷ സർവനാമം എന്ന് പറഞ്ഞാല് പറയുന്ന ആളിന്, അല്ലെങ്കിൽ പറയുന്ന ആളിനെ നമ്മൾ എന്താ പറയാ, ഒരു വൺ വേർഡ് ഉണ്ടല്ലോ, എന്താ പറയാ, വക്താവ് അല്ലെ. ഈ വക്താവിന് പകരം നിൽക്കുന്ന നാമം. ഇപ്പൊ ഞാനാണ് പറയുന്നതെങ്കിൽ ഞാൻ എന്ത് പറയാണ്? എനിക്ക് പകരം ഞാൻ എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും? കുറച്ച് പേരുണ്ടെങ്കിൽ ഞങ്ങള്, അല്ലെങ്കിൽ നാം, നമ്മൾ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഉത്തമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. ഇനി മധ്യമ പുരുഷ സർവനാമം എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആളെന്ന് പറയുമ്പോൾ ആരാണ്? ശ്രോതാവ് അല്ലെ. ശ്രോതാവിന് പകരം നിൽക്കുന്ന നാമം. കേൾക്കുന്ന ആള്, ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്നുള്ളത് എന്താണ്? അവിടെ മധ്യമ പുരുഷ സർവനാമമാണ്. ഓക്കെ. അപ്പോ നീ, നിങ്ങൾ, താൻ, താങ്കൾ എന്നുള്ളത് എന്താണ്? അത് എന്തിന് എക്സാമ്പിൾ ആണ്? മധ്യമ പുരുഷ സർവനാമത്തിന് എക്സാമ്പിൾ ആണ് നീ, നിങ്ങൾ, താൻ, താങ്കൾ എന്നൊക്കെ പറയുന്നത്. ഇനി പ്രഥമ പുരുഷ സർവനാമം. പ്രഥമ പുരുഷ സർവനാമം എന്ന് പറയുമ്പോൾ എന്താണ്? ആരെ അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് പറയുന്നുവോ, ആരെ അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് പറയുന്നുവോ അതിന് പകരം നിൽക്കുന്ന നാമാണ് എന്തെന്ന് പറയുന്നത്? പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്, അല്ലെ പ്രഥമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. ആരെ അല്ലെങ്കിൽ ഇപ്പോ നമ്മള് വേറൊരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം അവന്, അവള്, അവര്, അത്, ഇത്, ആ, ഈ, ഒരു എന്നൊക്കെ പറയൂലേ, അതിനെ എന്ത് പറയാം നമുക്ക്? പ്രഥമ പുരുഷ സർവനാമം. അപ്പൊ ഉത്തമ പുരുഷൻ ഞാൻ, ഞങ്ങൾ, നാം, നമ്മൾ. മധ്യമ പുരുഷൻ എന്ന് പറയുന്നത് നീ, നിങ്ങൾ, താൻ, താങ്കൾ. പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത് അവൻ, അവൾ, അവർ, അത്, ഇത്, ആ, ഈ, ഒരു എന്നൊക്കെ പറയും. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോ സർവനാമം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാനുള്ളത് പേരച്ചമാണ് അല്ലെ. പേരച്ചം എന്ന് പറയുമ്പം ഓപ്ഷൻ ബി നോക്കുക. പേരച്ചം എന്ന് പറയുമ്പം അതിനെ അല്ലെങ്കിൽ നാമാങ്കം എന്നുകൂടെ പറയാം. ഓക്കെ, അഡ്ജക്റ്റീവ് പാർട്ടിസിപ്പിൾ എന്ന് പറയും ഇംഗ്ലീഷില്. നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ. നാമത്തെ പേരച്ചെന്ന് പറഞ്ഞാല് നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ. അതായത് ഇപ്പോ നമ്മളൊരു എക്സാമ്പിൾ പറയാണ്, പാടിയ കുട്ടി, അല്ലെങ്കിൽ കണ്ട ചിത്രം എന്നൊക്കെ പറയുമല്ലോ. അതില് കണ്ട ചിത്രം, പാടിയ കുട്ടി, ഇതൊക്കെ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ്. കണ്ട ചിത്രം. ചിത്രം എന്നുള്ളത് നാമമാണ്. അതിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് കണ്ട ചിത്രം. വെറും കണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. പാടിയ കുട്ടി, പാടിയ എന്ന് പറഞ്ഞാല് വെറും പാടിയ, എന്ത്, ആര് എന്നൊക്കെ ചോദിക്കൂലേ. അപ്പം പാടിയ കുട്ടി, അത് കുട്ടി എന്നുള്ളതിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ ഇതിനെയാണ് പേരച്ചം അല്ലെങ്കിൽ നാമാങ്കം എന്നൊക്കെ പറയുന്നത്. അപ്പൊ വിനയച്ചം വിനയച്ചം എന്ന് പറയുമ്പോൾ ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ. ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയെ എന്ത് പറയാം നമുക്ക്? നമുക്ക് വിനയച്ചം എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പറഞ്ഞു പറ്റിച്ചു,
ഒളിച്ചു നടന്നു, ഓടാൻ പോയി. ഇതൊക്കെ എന്താണ്? ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ്. പറഞ്ഞു പറ്റിച്ചു, ഒളിച്ച് നടന്നു, ഓടാൻ പോയി. ഇതൊക്കെ എന്താണ്? വിനയച്ചത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് പേരച്ചം വിനയച്ചം എന്നുള്ളത് ഇനി ചോദിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ സ്ത്രീലിംഗം എന്തായിരുന്നു? അപ്പം നമ്മൾ സ്ത്രീലിംഗം എന്തായിരുന്നു? സ്ത്രീത്വത്തെ കുറിക്കുന്ന നാമം അല്ലെ? അതിന്റെ പ്രത്യയം ചോദിച്ചാല് അള്ള് ഈ അള്ള് ഈ ഇങ്ങനെ പ്രത്യയം ചോദിച്ചിട്ടില്ല എങ്കിലും എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. ഈ ഇപ്പൊ പെങ്ങള്, കള്ളി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? എന്താ സ്ത്രീലിംഗം എന്ന് പറഞ്ഞ അള്ള് ഈ എന്നുള്ളതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയി. ഇനി അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം അല്ലെ, അമ്മമാർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത്. എന്താണ് ഇതിന്റെ ആൻസർ വരുന്നത്? ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ബഹുവചനം, അലിംഗ ബഹുവചനം, ഏകവചനം, സലിംഗ ബഹുവചനം. ഏതാണെന്നറിയോ? ഇതിന്റെ ആൻസർ വരുന്നത് സലിംഗ ബഹുവചനമാണ്. എന്താണ്? സലിംഗ ഓക്കെ, സലിംഗ ബഹുവചനമാണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഈ സലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഇതെന്താന്ന് മനസ്സിലാവണ്ടേ? അപ്പോൾ സൂചിക പ്രകാരം ഇവിടെ തന്നിട്ടുള്ള സൂചിക പ്രകാരം ഇവിടെ ഓപ്ഷൻ ഡി അല്ലെ, ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഏത് സലിംഗ ബഹുവചനമാണ് ശരിയുത്തരം. എന്നാല് നൽകിയിരിക്കുന്ന ചോദ്യം അനുസരിച്ചിട്ട്, നമുക്ക് തന്നിട്ടുള്ള ചോദ്യം അനുസരിച്ചിട്ട് ഇവിടെ ഓപ്ഷൻ എ ബഹുവചനവും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഇവിടെ സലിംഗ ബഹുവചനം എന്നുള്ളതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കീ കൊടുത്തിട്ടുള്ളത്. ഏത് നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം സലിംഗ ബഹുവചനാണ്. പക്ഷേ ബഹുവചനം എന്നുള്ളതും ഇതിൽ എന്താണ്? ശരിയാണ്. എന്നാല് നമുക്ക് ഈ സലിംഗ ബഹുവചനം മാത്രം ഉത്തരമായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അമ്മമാർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതിന് പകരം ഏത് ബഹുവചന വിഭാഗത്തിൽ പെടുന്നു എന്ന ചോദ്യമാണ് ശരിക്കും വരേണ്ടിയിരുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബഹുവചനം എന്നുള്ള എ ഓപ്ഷൻ മാറ്റിയിട്ട് നമുക്ക് വേറെ ഏത് ഓപ്ഷൻ വന്നാലും നമുക്ക് ഡി ഓപ്ഷൻ ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഈ സൂചിക പ്രകാരം ഇവിടെ ഡി ഉത്തരമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ആൻസർ കീയിൽ കേട്ടോ. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളത് നോക്കിയിട്ട് വേണം ഓപ്ഷനിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ആൻസർ കറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തത് അപ്പൊ സലിംഗ ബഹുവചനം എന്താന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ അമ്മമാർ എന്ന് പറയുമ്പം ഒരൊറ്റ ഇല്ലേ, അതായത് ഇപ്പൊ അമ്മമാർ എന്നുള്ളത് സ്ത്രീലിംഗത്തെ കുറിക്കുന്നത് മാത്രമാണ് അമ്മമാര്. അപ്പൊ അതൊരു സലിംഗം, ഒരൊറ്റ ഇതിനെ മാത്രം, ലിംഗത്തെ മാത്രം, അതായത് സലിംഗ ബഹുവചനം. ഇനി അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്നൊന്നും നമുക്കറിയില്ല. അല്ലാതെ വരുന്ന ബഹുവചനത്തെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം ഏതാണ്? ഇവിടെ തെറ്റായിട്ടുള്ള പദം ഏതാണെന്ന് ചോദിച്ചാല് അഞ്ചാനം എന്നല്ല വരേണ്ടത്. ഓക്കെ, എന്താണ് വരേണ്ടത്? എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ? പിന്നെന്താണ്? അജ്ഞാനം, അങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. അപ്പം അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ അടിമത്തം കറക്റ്റ് ആണ്, പിന്നെ ഇത് തെറ്റായിട്ടുള്ളതാണ് മനസ്സിലാക്കണം കേട്ടോ. അടിമത്തം കറക്റ്റ് ആണ്, അതിഥി കറക്റ്റ് ആണ്, അധിഷ്ഠിതവും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഈ അടിമത്തം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അതിഥി ചോദിച്ചിട്ടുണ്ട്, അധിഷ്ഠിതം ദാ ഞാൻ മറച്ചിട്ടുള്ള ദാ അല്ലെ, അധിഷ്ഠിതം. ഓക്കെ, പിന്നെ അധിഷ്ഠിതം എഴുതുമ്പം ടായും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ ഇനി അഞ്ജനം എങ്ങനെയാ മനസ്സിലായല്ലോ? ഇങ്ങനെ അജ്ഞാനം, അഞ്ജനം എന്ന് പറഞ്ഞാല് അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞത് അജ്ഞാനം എന്നുള്ളത് അഞ്ജനം എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഞായും ജായുമാണ് അഞ്ജനം കേട്ടോ. അഞ്ജനം എന്ന് പറയുമ്പം അതങ്ങനെയാണ് എഴുതുക, ഞായും ജായും. ഓക്കെ, അപ്പോൾ അങ്ങനെ. പിന്നെ അതുപോലെ അഞ്ജലി എന്ന് പറയുമ്പോഴും ഞായും ജായും ആദ്യം, പിന്നെ അങ്ങനെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ.
താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് ഏതാണെന്നറിയോ? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ട്ടോ. വൃദ്ധയുടെ വാക്കുകൾ എൻ്റെ കണ്ണ് നിറക്കുന്നതായിരുന്നു. ഓക്കെ, എന്നാൽ ഇവിടെ ഓപ്ഷൻ എ നോക്കുക നിങ്ങൾ. എൻ്റെ പ്രായം 18 വയസ്സാണ്. എൻ്റെ പ്രായം 18 വയസ്സാണ്. അവിടെ എന്താണ് നമുക്ക് എൻ്റെ പ്രായം 18 വയസ്സാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഒന്നെങ്കിൽ എന്ത് പറഞ്ഞാലും നമുക്ക് എൻ്റെ പ്രായം 18 ആണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വയസ്സിന്റെ കാര്യം പറയണ്ട. അല്ലെങ്കിൽ എനിക്ക് 18 വയസ്സാണ് അങ്ങനെ പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത്, ഇന്ത്യ ഭരിക്കപ്പെടുന്ന രാഷ്ട്രീയ കക്ഷിക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകണം. ഓക്കെ, അവിടെ തെറ്റാണ്. കാരണം എന്താണ്? ഇന്ത്യ ഭരിക്കപ്പെടുന്ന എന്നുള്ളത് ഇതിലില്ല. ഓക്കെ, അങ്ങനെ പറയില്ല. ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകണം എന്നാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ഇനി അടുത്തത്, പ്രഥമ ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. പ്രഥമ ഇന്ത്യയുടെ അവിടെ ഒരു ഇതുണ്ടല്ലോ, ആ സെന്റൻസ് കറക്റ്റ് അല്ലല്ലോ, ഓർഡർ കറക്റ്റ് അല്ല അല്ലെ. ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി അങ്ങനെ ആകുമ്പോൾ നമുക്ക് ശരിയായിട്ട് പറയാം. അതാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ അത്രയാണ് അത് ആ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഉചിതമായ മറുപടി. അടിവരയിട്ട വാചകത്തിന് അനുയോജ്യമായിട്ടുള്ള ശൈലിയാണ് ചോദിച്ചിട്ടുള്ളത്. ഉചിതമായ മറുപടി, ഇതിന് എന്താണ് അനുയോജ്യമായിട്ടുള്ള ശൈലിയാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഉരച്ചു നോക്കുക, ഓപ്ഷൻ ബി ഉരുളക്കുപ്പേരി, ഓപ്ഷൻ സി ഉദരപൂർണം, ഓപ്ഷൻ ഡി ഗളഹസ്തം ചെയ്യുക. അപ്പൊ ഉചിതമായ മറുപടി എന്നുള്ളതിന്റെ എന്താണ് അനുയോജ്യമായ ശൈലി എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും. ഏതാണ്? ഉരുളക്കുപ്പേരി അല്ലെ. ഉരുളക്കുപ്പേരി എന്ന് പറയുന്നതാണ്. ഈ ഉരച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരച്ചു നോക്കുക, ഈ ഗുണം പരിശോധിക്കുക അല്ലെ. നമ്മള് ഈ സ്വർണം എന്നൊക്കെ പറയാലോ, ഉരച്ചു നോക്കുക, അത് ഗുണം പരിശോധിക്കുക. ഇനി ഉദരപൂരണം, എന്താ ഈ ഉദരപൂരണം എന്ന് പറഞ്ഞാല്? വയറ് നിറപ്പിനെയാണ് ഉദരപൂരണം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഗളഹസ്തം ചെയ്യുക എന്താണ്? ഗളഹസ്തം ചെയ്യുക ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക, ഗളഹസ്തം ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. എന്താണ്? ഉപേക്ഷിക്കുക. മനസ്സിലായോ? ഇനി എന്താണ് അടുത്തത്? കൂട്ടത്തിൽ പെടാത്തത്. കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഉരുളക്കുപ്പേരി. കൂട്ടത്തിൽ പെടാത്തത് ചൂതം, തേന്മാവ്, രസാലം, ചത്രം. ഇതില് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യന്. ഏതാണെന്നറിയോ? ചത്രമാണ് ട്ടോ. ചത്രമാണ് കൂട്ടത്തിൽ പെടാത്തത്. നോക്കാം നമുക്ക്. ചൂതം, തേന്മാവ്, രസാലം, ചത്രം. ഇതില് എന്താ ചൂതം, രസാലം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ചൂതം, രസാലം എന്നൊക്കെ തേന്മാവ് എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റൊന്നാണ്. അതായത് തേന്മാവിന് പറയുന്ന മറ്റ് ഇതാണ് ഏത്? ചൂതം. അതുപോലെ എന്താണ്? തേന്മാവ്, രസാലം. ഇത് മൂന്നും എന്താണ്? ഒരേ എന്താ സിനോണിംസ് എന്ന് പറയുന്ന ഒരേ ഇതാണ് അല്ലെ, പര്യായ പദങ്ങളാണ് എന്ന് പറയാം. ഇനി ചത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ചത്രം എന്ന് പറഞ്ഞാല് അത് കുട എന്നാണ് അർത്ഥം. ചത്രം എന്ന് വെച്ചാല് കുട, ചത്രം എന്ന് വെച്ചാല് കുട. അപ്പൊ ഇതാണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത്. കുട എന്നാണ് ചത്രത്തിന്റെ അർത്ഥം. ചൂതം, തേന്മാവ്, രസാലം എന്നൊക്കെ പറഞ്ഞാല് ഒരൊറ്റ മീനിങ് ആണ് വരുന്നത്. ഇനി കുടക്ക് മറ്റൊരു പേര് കൂടെയുണ്ട്, ആദപത്രം. ചത്രം എന്ന് പറയും, അതുപോലെ ആദപത്രം അതും പറയൂ ട്ടോ. ഓക്കെ, ഇനി അമരത്തടത്തിൽ തവള കരയണം. ഈ പഴഞ്ചൊല്ല് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അമരത്തടത്തിൽ തവള കരയണം. ഈ പഴഞ്ചൊല്ല് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം? അതാണ് എന്തെന്ന് പറയുന്നത്? കൃഷിയുമായി ബന്ധപ്പെട്ടത്. കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് ട്ടോ. അപ്പൊ നമ്മള് ജന്തുജാലങ്ങളുമായിട്ടൊന്നും പറയരുത്. എന്താണ്? കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അമരത്തടത്തിൽ തവള കരയണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ഓക്കെ, അത് മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ ഉഗ്രം എന്നതിന്റെ വിപരീത പദം ഏത്? ഉഗ്രം അല്ലെ, ഉഗ്രം എന്ന് പറയൂലേ, അതിന്റെ വിപരീത പദം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയാം നമുക്ക്? ശാന്തം ആണ് ട്ടോ. അതിന്റെ ആൻസർ വരുന്നത് ശാന്തം. ഓക്കെ, ഉഗ്രം എന്നുള്ളതിന്റെ വിപരീത പദം ശാന്തം. ഒക്കെ
സോറി. അപ്പോ വക്രം എന്നുള്ളതിന്റെ വിപരീതം എന്താണെന്നറിയോ? വക്രം എന്നുള്ളതിന്റെ വിപരീതമാണ് എന്ത്? ഋജു. എന്താ പറയാ? ഋജു എന്ന് പറഞ്ഞാൽ വക്രത്തിന്റെ വിപരീതമാണ്. വക്രം, ഋജു. ഇനി പിന്നെന്താ? നിഗ്രഹം കൊടുത്തിട്ടുണ്ട് അല്ലെ? നിഗ്രഹത്തിന്റെ ഇതെന്താണ് പറഞ്ഞേ? നിഗ്രഹത്തിന്റെ വിപരീതം അനുഗ്രഹം. നിഗ്രഹത്തിന്റെ വിപരീതമാണ് എന്തെന്ന് പറയുന്നത്? അനുഗ്രഹം. അനുഗ്രഹം, നിഗ്രഹം ട്ടോ. അനുഗ്രഹം, നിഗ്രഹം. ഓക്കെ. എന്താ ഇനി അടുത്തത് ഉച്ചം കൊടുത്തിട്ടുണ്ട് അല്ലെ? ഉച്ചത്തിന്റെ വിപരീതം എന്താണ്? ഉച്ചം വിപരീതം നീചം. ഉച്ചം വിപരീതം എന്താണ്? നീചം. ഉച്ചം വിപരീതം നീചം. ശാന്തം വിപരീതം എന്താണ്? ശാന്തം വിപരീതം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഉഗ്രം അല്ലെ? ശാന്തം, ഉഗ്രം, നിഗ്രഹം, അനുഗ്രഹം, ഋജു, വക്രം അല്ലെ? ഋജുരേഖ അറിയാലോ, അത് പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, അതുപോട്ടെ. ഇനി വക്രം, ഋജു. ഇനി പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതിയാൽ, പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് പില് പ്ലസ് കാലം എന്നൊന്നും എഴുതരുത്. ഈ പിൻ പ്ലസ് കാലമാണ് എന്ത്? പിൽക്കാലം എന്നുള്ളത് പറയുന്നത് കേട്ടോ. പിൽക്കാലം, പിൻ പ്ലസ് കാലം. ഓക്കെ. ഇതുപോലെ വരുന്ന ഒരു ഇത് പറയട്ടെ. പശ്ചാത്താപം എന്ന് എങ്ങനെ പിരിച്ചെഴുതാന്നറിയോ? പശ്ചാൽ പ്ലസ് താപം. പശ്ചാൽ പ്ലസ് താപമാണ് പശ്ചാത്താപം. ഇനി പൊൽത്താലം, പൊൻ പ്ലസ് താലത്തെ പൊൽത്താലം എന്ന് പറയും. പൊൻ പ്ലസ് താലം, പൊൽത്താലം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദമാണ് ചോദിച്ചിട്ടുള്ളത്. ഇഹലോകത്തെ, ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദം എന്താണെന്നറിയോ? അത് ഐഹികമാണ് കേട്ടോ. ഇഹലോകത്തെ സംബന്ധിച്ചതിനെ എന്താ ഒറ്റപ്പദം പറയാ? ഐഹികം. ഐഹികം. അങ്ങനെയെങ്കിൽ ലോകത്തെ സംബന്ധിച്ചതാണ് ലൗകികം. വംശത്തെ സംബന്ധിച്ചത് എന്താണ്? വംശികം. വൃക്ഷത്തെ സംബന്ധിച്ചതാണ് എന്തെന്ന് പറയുന്നത്? വാർക്ഷ്യം. വൃക്ഷത്തെ സംബന്ധിച്ചതിന് എന്താ പറയാന്നറിയോ? ആദ്യമായിട്ട് കേൾക്കണോ? വാർക്ഷ്യം കേട്ടോ. വാർക്ഷ്യം ആദ്യമായിട്ട് കേൾക്കുന്നവരെന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. വൃക്ഷത്തെ സംബന്ധിച്ചത് വാർക്ഷ്യം, വംശത്തെ സംബന്ധിച്ചത് വംശികം, ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. വംശത്തെ സംബന്ധിച്ചത് വംശികം, ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. ഓക്കെ, ഇത്രയും കാര്യം എന്ത് ചെയ്യാം? പഠിച്ചു വെച്ചേക്കാം. ഓക്കെ.